ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജെണി. എക്സൈറ്റ്മെന്റ് കുറെ കാലത്തിന് ശേഷം, കുറച്ചു ലിയോ ആയിരുന്നല്ലോ. സോ അവസാനം ഫൈനലി നമ്മുടെ എന്താ പറയാ തലപതി 68ന്റെ അപ്ഡേറ്റ് വന്നിരിക്കണം. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ പല സംഭവങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പേരും അതിന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ലുക്ക് ആണെങ്കിൽ പോലും ഒരു പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും പേരുണ്ടാവും എന്ന് വിചാരിക്കാം. പല ആൾക്കാരും പറയുന്നത് ബോസ് എന്നാണ്, ഗോട്ട് എന്നാണ്, പല പേരുകൾ പറയുന്നുണ്ട്. എനിവേ, നോ ടൈം. ഓൾറെഡി 2-3 മിനിറ്റ് ലേറ്റ് ആണ്. നമുക്ക് നേരെ തലപതിയുടെ പേജിന്റെ എടുത്ത് നോക്കാം. അതിലെന്തായാലും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആക്ടർ വിജയ് എന്തായിരിക്കും എന്തായിരിക്കും വന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട്. ഗോട്ട്. അപ്പൊ അത് തീരുമാനമായിട്ടുണ്ട്. ഗോട്ട് ആരൊക്കെയാണോ ഗോട്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ലീക്കായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഉറപ്പില്ലായിരുന്നു. ഒരു 90% ഗോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. ഗോട്ടിന്റെ ഉള്ള പേജുകൾ വരെ ഇതിൽ വേറെ വന്നിട്ടുണ്ട്. എനിവേ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഞാൻ തലവതിനെ ഇപ്പോഴും നോക്കിയിട്ടില്ല. ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു പ്ലെയിൻ, വിമാനം. ഏജസ് എഴുതിയിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. തലവതിയിലേക്ക് വരാം. ഓക്കെ, റെഡി, റണ്ട്, ദോ. നമുക്ക് ആദ്യം അറിയാനുണ്ടോ 19 വയസ്സുകാരനായിട്ടും 56-46 വയസ്സുകാരനായിട്ടും. ആദ്യം നമുക്ക് ഏജ് ആയിട്ടുള്ള തലവതിയെ നോക്കാം, കാരണം മറ്റേതിൽ ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവും. ഇത് ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള തലപതി, ആ സെയിം താടി, ലിയോയിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു മുടി, കുറച്ച് ഏജ് ആയിട്ടുള്ള താടിയൊക്കെ നരച്ചിട്ടുള്ള ഒരു ലുക്ക്. ഓക്കെ, ഇത് മറ്റേ പാരച്യൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വേഷമാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് മറ്റേ വയസ്സുള്ള ആളെ എങ്ങനെ നോക്കാം. നേരെ ആ ഇത് നമ്മുടെ പഴയ വിജയ്. ശരിക്കും ആ ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിലുള്ള പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിലെ ആ വിജയ് മുടി ഭയങ്കര കോമഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തെറിച്ചേക്കുന്ന രീതിയിൽ ലിയോയിലുള്ള ആ ഒരു തരത്തിൽ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് ഇതിൽ. മറ്റെനിക്ക് തോന്നുന്നു ഈ ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സംഭവം തന്നെ, ഒരു മേക്ക് ഓവർ എന്നുള്ള രീതിയിലേക്ക്. ഇപ്പൊ ഫോട്ടോയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിരച്ച സംഭവം എന്നല്ലാണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. രസമുണ്ട്, ആ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ഏട്ടനും മകനും, അച്ഛനും മകനും. ലൈറ്റ് ക്യാൻ ഡിവോർ ദ ഡാർക്ക്നെസ്. ലൈറ്റ് ക്യാൻ ഡിവോർ ദ ഡാർക്ക്നെസ്, ബട്ട് ഡാർക്ക്നെസ് കാനോട്ട് കൺസ്യൂം ദ ലൈറ്റ്. ഓക്കെ, അതുകൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ലൈറ്റ് ക്യാൻ ഡിവോർ ദ ഡാർക്ക്നെസ്, ബട്ട് ഡാർക്ക്നെസ് കനോട്ട് കൺസ്യൂം ദ ലൈറ്റ്. ഇരുട്ടിന് ലൈറ്റിനെ കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, വെളിച്ചത്തിന് ഡാർക്ക്നെസ്സിനെ. ഓക്കെ, അതിലേക്ക് നമ്മൾ വെറുതെ ഇറങ്ങി ചെല്ലണ്ട, അതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്തോളും. നമുക്ക് ജസ്റ്റ് ഈ ലുക്ക് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഒരു ഓക്കെ ഫീൽ, അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. റിയലി സോറി. പക്ഷെ കുഴപ്പമില്ല, മോശമല്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പോലും ഇതിൽ എന്താ അറിയോ, സൈഫൈ ആണ് സംഭവം, സയൻസ് ഫിക്ഷൻ മൂവിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു തലപതിയുടെ ഇതിന്റെ അല്ലാണ്ട് വേറെ പല സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തലപതിയുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ ഈ ഈ പിക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ, അതായത് തലപതി രണ്ടുപേരും അവിടെ നിൽക്കുന്ന എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കളറിങ്ങും ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സൂര്യായി പൊട്ടറിന്റെ ചില സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ലേന്നൊരു ഡൗട്ട്. അത് ഒരുപക്ഷെ ഈ പ്ലെയിനും കാര്യങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടായിരിക്കും, ഈ അതുകൊണ്ട് തോന്നണമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. ബട്ട് ആ ഒരു ചെറിയൊരു കളർ ഗ്രേഡിങ് പരിപാടിയൊക്കെ ഉള്ള പോലെ തോന്നി. പിന്നെ ഇത് നമ്മുടെ എന്താ ട്രിപ്പിൾ റോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടോന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജെമിനി എന്ന് പറഞ്ഞ സിനിമയുടെ തന്നെ എന്തെങ്കിലും ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതിൽ ഏകദേശം ഇതേപോലെ തന്നെയാണ് പരിപാടി. ആ അച്ഛനായിട്ടുള്ള കുറച്ച് 46-56 വയസ്സുള്ള ഒരു കഥാപാത്രവും 19 വയസ്സുകാരനായിട്ടുള്ള വിൽ സ്മിത്തിന്റെ തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കഥാപാത്രം. ആ രണ്ട് ലുക്കിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ സയൻസ് ഫിക്ഷൻ മൂവി തന്നെയാണ്. അപ്പൊ അതിന്റെ റീമേക്ക് ആണോ എന്നുള്ള ഡൗട്ട് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കാണുമ്പോൾ മിക്കവാറും അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ പോസ്റ്റർ പറയുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും പറയില്ല, ഈ രണ്ട് സംഭവം തന്നെ. പക്ഷെ എനിക്ക് എവിടെയോ എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോകുന്നുണ്ട്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് തന്നെ കേട്ടോ. ഇപ്പൊ പേരിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. തലപതി വിജയ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നൈസ്. ഇന്നന്റെ അസല്ല വെങ്കട് പ്രഭു ഹീറോ. അതൊക്കെ രസമായിട്ട് കേട്ടോ. അർച്ചന കൽപ്പാത്തി,
ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വേറെ കോമഡി എന്താ വെച്ചാൽ വന്നിട്ട് ഞാൻ ഇത് ഈ സാധനം വന്നിട്ട് അത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഇതിലിട്ടുള്ളത് തോന്നുന്നു. ഞാനിത് എടുത്ത് വെച്ചപ്പോൾ ഞാനത് വന്നപ്പോൾ തന്നെ അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കേട്ടോ. കണ്ടപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു. ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ നോക്കുന്നത്. 15 സെക്കൻഡ്സ് അഗോ. ആ സമയത്ത് തന്നെ 25,774 ലൈക്ക്. എന്തരാണല്ലേ. കുഴപ്പമില്ല. ബട്ട് ആകെയുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ബാക്കി പോസ്റ്ററിലേക്കൊന്നും പോകണ്ട. ഫസ്റ്റ് ലുക്ക് തന്നത് നൈസ് ആയിട്ടുണ്ട്. വലിയ ഭയങ്കര അയ്യോ അങ്ങനെ തോന്നുന്ന സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സയൻസ് ഫിക്ഷൻ ആണ്. പിന്നെ ഈ 2 കഥാപാത്രങ്ങൾ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും മകനായിട്ട് വരുന്ന അത്ര ഏജ്ഡ് അല്ലാത്തൊരു ക്യാരക്ടറും. അപ്പൊ ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ അത് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാനാണ് കൂടുതൽ താല്പര്യം. ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നുന്നില്ല. ബട്ട് അങ്ങനെ സിംഗിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരുടെ ഒരു ക്ലോസപ്പ് സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ മുഖത്തുള്ള മറ്റു സംഭവങ്ങളും മാറ്റങ്ങളൊക്കെ കുറച്ചുകൂടെ അറിയാമായിരുന്നു. ഇതിൽ തന്നെ ഒറ്റയടി കാണുമ്പോൾ ഓക്കെയാണ്. ബട്ട് എന്നാലും ഒരു ഏജ് അത്രയും കുറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വീഡിയോ ഗ്ലിംസ് കിട്ടുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ അത് ആ സ്ക്രീൻ പ്രസൻസ് എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാവും. ഈ പിക്കിൽ കാണുന്ന പോലെ അല്ലല്ലോ. സോ അത്തരത്തിലൊരു സാധനം കിട്ടണമെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. ഇത് കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് അതിന്റെ പേരെന്താന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഡബിൾ റോളാന്നുള്ളത് ഓൾറെഡി പറഞ്ഞ, എന്നാലും ഒന്നുകൂടി ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഫസ്റ്റ് സാധനമായിട്ട് അത് തന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ബാക്കിലുള്ള പരിപാടികളൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഇതിൽ നിന്ന് കാണുന്ന പോലെ അവര് മറ്റേ പാരച്യൂട്ട് അവിടെ ബാക്കിൽ കിടക്കുന്നത് കണ്ടു. അപ്പൊ പാരച്യൂട്ട് ആ ഗ്ലൈഡ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള അങ്ങനെ കൈ കൊടുത്ത് വരുന്ന പരിപാടിയാണ്. അപ്പൊ മുകളിൽ വിമാനം കാണുന്നുണ്ട്. അപ്പൊ അതിന്ന് ചാടിയതായിരിക്കും. എന്നിട്ട് അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള വിക്ടറി ആ പരിപാടിയാണ് കൊടുത്തിട്ടുള്ളത്. സോ ബാക്കി സംഭവങ്ങൾ എന്തെന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ബട്ട് എനിക്ക് ഇപ്പോഴും ആ ജെമിനി എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട്. അതിന് കൺഫർമേഷൻ വന്നിട്ടൊന്നും എനിക്കറിയില്ല. അതൊരു വലിയൊരു എന്താ പറയാ ഒരു റൂമറായിട്ട് മാത്രമാണ് കേട്ടിരുന്നത്. കൺഫർമേഷൻ ഒന്നും ഒഫീഷ്യലി വന്നതായിട്ട് എന്റെ അറിവിലില്ല. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. എനിവേ എന്താണ് സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോ കഴിഞ്ഞു. ഇനി എന്താണ് ഉള്ളൊരു ചോദ്യം ഉണ്ട്. അത് LCU എന്നുള്ളതിലാണെങ്കിൽ എല്ലാവരും കൈദി, അതുപോലെ റോളക്സ് വരാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, വിക്രം സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആസ് എ തലപതി ഫാൻ നമുക്ക് ആഘോഷിക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് അടിച്ചു പിന്നെ കേറിക്കോളും. സോ ലിയോയുടെ ആ ഒരു ഓളം ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഡൗട്ടാണ്. കാരണം ലിയോയിൽ ഈ LCU എന്ന് പറഞ്ഞ സംഭവം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. സോ ഇതെന്തായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഐ എം ഓക്കെ. ഒരു ഓക്കെ പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ